നമസ്കാരം, മച്ചാക്കാട്ടനാണേ. അപ്പം ഞാൻ നമ്മുടെ ബാന്ധപ്രദേശങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ പത്തനാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു അതുല്യ പ്രതിഭയായ ഒരു ഗായികയുണ്ട്. വർഷങ്ങളോളം ഗാനമേള ഫീൽഡിലുള്ളതായിരുന്നു ചേച്ചി. അപ്പം ചേച്ചിയെ ഞാൻ എൻ്റെ മീഡിയയിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് ഒരുപാട് നാളിന് മുൻപേ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹമാണത്. അപ്പം ഞാനെപ്പോഴും പറയാറില്ലേ, പ്രശസ്തരല്ലാത്ത പ്രഗത്ഭരെയാണ് ഞാൻ വേദികളിൽ എത്തിക്കുന്നത് എന്ന് പറയാറുണ്ട്. അപ്പം അതുപോലെ ചേച്ചിയെ ഞാൻ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്കും അതിലുപരി എൻ്റെ മീഡിയയുടെ മുന്നിലേക്കും ഞാൻ എത്തിക്കുകയാണ്. അപ്പം നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങളും പാട്ടുകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് ചേച്ചി. ചേച്ചി നമസ്കാരം. ഓക്കെ. അപ്പം ചേച്ചി എന്താണ് പേര്? എൻ്റെ പേര് പ്രസന്ന. പത്തനാപുരം. എത്ര വർഷമായി? ഞാൻ 30 വർഷമായി ഫീൽഡിലുണ്ട്. ഈ 30 വർഷത്തിൽ ഏതൊക്കെ പ്രൊഫഷണൽ സമിതികളിൽ പാടിയിട്ടുണ്ട്? കുറേ ഉണ്ട്. ഓർമ്മയുള്ളത് രണ്ടെണ്ണം പറയാം. ഒന്ന് കൊല്ലം ഫാഷൻ മ്യൂസിക്. ഓക്കെ. അപ്പം നമ്മുടെ ഹരിദേവയൊക്കെ അറിയാമോ? ഫാഷൻ മ്യൂസിക്കിൻ്റെ ആങ്കറാണ്, സിംഗറാണ് ചന്ദ്രത്തോപ്പ് ഹരിദേവ. അറിയാം. ഓക്കെ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പിന്നെ സംഗീതം എത്രാമത്തെ വയസ്സിലാണ് സംഗീതം പഠിക്കുന്നത്? സംഗീതം പഠിച്ചത് പ്രീ ഡിഗ്രി ശേഷമാണ്. അതിനു മുൻപ് നാട്ടിൻപുറത്ത് സംഗീതം പഠിച്ചിട്ടുണ്ട്. ആരായിരുന്നു ഗുരു? എൻ്റെ ആദ്യ ഗുരു അയ്യൂർ സദാശിവൻ സാറാണ്. സാറ് പ്രശസ്തനായൊരു ഫിലിം സിംഗറാണ്, പ്ലേബാക്ക് സിംഗറാണ്. സാറിൻ്റെ കീഴിലാണ് മ്യൂസിക് പഠിച്ചത്. അതിനുശേഷമാണ് ഞാൻ 94-98 മ്യൂസിക് കോളേജിൽ പഠിക്കുന്നത്. എവിടെയാണ് മ്യൂസിക് കോളേജ്? സ്വാതിയിലായിരുന്നു. ഓഫ് കോഴ്സ് കിട്ടില്ല. സ്വാതിയുടെ സ്റ്റുഡൻ്റാണ്. സ്വാതിയുടെ സ്റ്റുഡൻറ്റുകളാണ് എല്ലാവരും, സിനിമാ ഫീൽഡിൽ എല്ലാവരും. അതായത് ചിത്ര ചേച്ചി ആയാൽ തന്നെയും, നമ്മുടെ പിന്നെ ആലിസ് ചേച്ചി, പിന്നെ ഇവരെല്ലാം സ്വാതിയുടെ വരദാനമാണ് ഇവരെല്ലാം, അല്ലേ? ദാസേട്ടൻ, രവീന്ദ്ര മാഷ്, പിന്നെ ഇവരെല്ലാം സ്വാതി തിരുനാൾ കോളേജിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ചേച്ചി ഇപ്പം എന്ത് ചെയ്യുന്നു? ഇപ്പം ഞാൻ ദുബായിലാണ്. അവിടെ എന്താണ് അവിടെ ദുബായിൽ എന്താണ്? സിംഗറാണല്ലേ? എങ്ങനെ, സമിതിയാണോ അതോ? സമിതിയല്ല, അവിടെ ഈ വീക്കെൻഡ് ഔട്ടിൽ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ അല്ലാതെ നല്ല പ്രോഗ്രാംസ് ഒക്കെ കിട്ടാറുണ്ട്. അങ്ങനെ ചെയ്യുന്നു. അപ്പം ചേച്ചി അന്ന് പാടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു കീർത്തനം നമ്മുടെ മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കുക. ചേച്ചി പാടിയ, ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു കീർത്തനം. അതായത് ഇതിപ്പോൾ ഒരു സായം സന്ധ്യയാണ്. അപ്പോൾ ഈ സന്ധ്യാവേളയിൽ ചേച്ചി പാടിയ ഒരു കീർത്തനം നമ്മുടെ മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കുക. ശ്രീ മഹാഗണപതിരവധുമാ, ശ്രീ മഹാഗണപതിരവധുമാ, ശ്രീ മഹാഗണപതിരവധുമാ, സിദ്ധി വിനായകോ വാരംഗമുഖ ശ്രീ മഹാഗണപതിരവധുമാ. ഒരുപാട് സന്തോഷം. ഞാൻ വിളിച്ചപ്പം ചേച്ചി ഒരു കാര്യം പറയുകയുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഇപ്പം ചേച്ചി ഓൾറെഡി ലീവിന് വന്നത് തന്നെ ഒരു വയ്യായികയുണ്ട്. അതിൻ്റെ ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് പാടാൻ കുറേ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എങ്കിലും നമ്മളോടൊപ്പം, നമ്മുടെ പ്രേക്ഷകരോടൊപ്പം പിന്നെ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ സഹകരിച്ചതിന് ചേച്ചി ഒരുപാട് സന്തോഷം. ചേച്ചി നമ്മുടെ പിന്നെ നമുക്ക് ഒരു സിനിമാ ഗാനം നമുക്ക് പാടിയാലോ? ചേച്ചിക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായികയാണ്? ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ്. ചിത്ര പാട്ടുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിംഗർ ചിത്ര ചേച്ചിയാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടം ജാനകിയമ്മയാണ്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം ജാനകിയമ്മയാണ്. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. പക്ഷെ എന്ന് പറഞ്ഞാൽ ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ ഇഷ്ടമല്ല എന്നല്ല, ജാനകിയമ്മയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പം ചിത്ര ചേച്ചിയുടെ ഒരു മനോഹരമായ ഗാനം നമുക്ക് മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. ഓക്കെ ചേച്ചി. പാടുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ജാനകിയമ്മയുടെ പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ പാടാറുണ്ട്. പക്ഷെ കൂടുതലും ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ് പാടാറ്. ചേച്ചിയുടെ പാട്ട് പാടാം. അതൊരു തലമാണ് ചേച്ചി. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെയാണോ ഇഷ്ടം അത് നമ്മൾ പറയുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം ചേച്ചിക്ക് ചിത്ര ചേച്ചി ഇഷ്ടം, എനിക്ക് ജാനകിയമ്മ ഇഷ്ടം. അപ്പം ഞാൻ ഒരു പക്ഷേ എനിക്ക് കേട്ട് വളർന്നത് ജാനകിയമ്മയുടെ പാട്ടുകളാണ്. എനിക്ക് അപ്പം അന്നുകൊണ്ട് ജാനകിയമ്മയുടെ ഒരു
അതിയായ ഒരു പിന്നെ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ് ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്, സുജാ ചേച്ചിയുടെ പാട്ടുകൾ ഇഷ്ടമാണ്. പക്ഷെ എങ്കിലും അതിയായൊരു ഭ്രമം ജാനകിയമ്മയുടെ പാട്ടുകളോടാണ്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ചിത്ര ചേച്ചിയുടെ ഒരു അതിമനോഹരമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി ഞാനിന്നും പ്രതീക്ഷിച്ചു നിന്നു നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ മനോഹരം, അതിമനോഹരം. ചേച്ചി പിന്നെ ഫാമിലി മോൻ, അമ്മ അങ്ങനെ പോകുന്നു. എൻ്റെ കുടുംബം. മോൻ എന്ത് ചെയ്യുന്നു? മോനിപ്പോ എറണാകുളത്ത് SF കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അമ്മ ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട് അല്ലേ? ഇപ്പം ചേച്ചി ഇപ്പം വിദേശത്ത് പോയി കഴിഞ്ഞാൽ അമ്മയും മോനും മാത്രമേ വീട്ടിലുള്ളൂ അല്ലേ? ഇപ്പം ചേച്ചി എത്ര 2 വർഷമാണോ അവിടെ നിൽക്കുന്നത്, അതോ പിന്നെ 1 year ആണോ, അതോ? ഇല്ല, ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ 1 year നിൽക്കുമായിരുന്നു. അന്നൊക്കെ പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വരാം. 3 മാസം കൂടിയും വരും, 2 മാസം കൂടിയും വരും. ഇപ്പം ഞാൻ പോയിട്ട് 8 മാസമായി. വന്നിട്ട് 2 മാസമായി. ഇപ്പം ഈ ഹോസ്പിറ്റൽ പ്രോബ്ലം കൊണ്ടാണോ ഒത്തിരി? എന്താണ് പ്രശ്നം ചേച്ചി? കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ പാട്ട് പാടുമ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് ഇപ്പൊ എവിടെയാണ്, ഏത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്? ഞാൻ കൊട്ടാരക്കരയാണ് കാണിച്ചത്. കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലാണ്. ഓക്കെ. അപ്പൊ ചേച്ചി പറഞ്ഞല്ലേ ജാനകിയമ്മയുടെ ഒരു മനോഹരമായ ഒരു ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആലപിക്കുക. ചേച്ചിക്ക് ഓർമ്മയിലുള്ള ജാനകിയമ്മയുടെ, ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചേച്ചിക്ക് അത് പെട്ടെന്ന്, എനിക്ക് തേനും വയമ്പും ജാനകിയമ്മയുടെ എനിക്ക് ഇഷ്ടമാണ്, കൊഞ്ചിക്കരയല്ലേ, ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. പിന്നെ അപ്പം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ജാനകിയമ്മയുടെ ഒരു പാട്ട്. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ, മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ മയങ്ങൂ നീയൻ മടിമേലെ അമ്പിളി നിന്നെ പുൽകി അമ്പരം പോകെ ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാനാരോമലെ വിടർന്നിന്നിൽ നീയൊരു പൊൻതാരമായി സടയുമ്പോൾ മലക്കൊടി പോലെ വണ്ണത്തൊടി പോലെ മയങ്ങൂ നീ മടിമേലെ മയങ്ങൂ നീ മടിമേലെ. ചേച്ചി ഒരുപാട് സന്തോഷം. കാരണം എന്താണെന്ന് അറിയാമോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ജാനകിയമ്മ എന്ന് പറഞ്ഞാൽ എനിക്കൊരു എന്താ പറയുന്ന ഒരു ഫേവറേറ്റ് ആണ് എനിക്ക്. കാരണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ അവരുടെ ഒരു ഇപ്പം അവരുടെ ഒരു പാട്ടുകളുടെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, നമ്മുടെ ഒരു മനസ്സിനെ അങ്ങൊരു വല്ലാതെ അങ്ങ് അട്രാക്ട് ചെയ്യുന്നൊരു തരത്തിലുള്ള പാട്ടുകളാണ് അവര്. അപ്പോൾ പാട്ട് നിർത്തി എങ്കിൽ പോലും അമ്മയുടെ പാട്ടുകൾ എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നമ്മുടെ പിന്നെ മൈഡിയർ കുട്ടിച്ചാത്തൻ 3D അമ്മ പാടിയൊരു പാട്ടുണ്ടല്ലേ, ഇപ്പം ചിത്രചേച്ചി പാടും, പിന്നെ ബാക്കി എല്ലാവരും പാടും. പക്ഷേ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു അനുകരണം, ഇപ്പം SPV സാറാണ് അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഈ സംഗീതത്തിൽ ചെയ്യുന്നത്. കാരണം SPV സാറിൻ്റെ പാട്ടുകളിൽ അത് മണ്ണിലെന്തെ കാതലെന്ത്രി, അത് വെണ്ണിലാവും സന്താനാവും എന്നിട്ട് അപ്പം ആ ഒരു ആയിപ്പുണ്ടല്ലേ, ഒരു ബ്രത്ത് എടുക്കുന്ന ഒരു സാധനം. പിന്നെ അതേപോലെ ജാനകിയമ്മ ഈ പറഞ്ഞ ഈ സിനിമയിൽ മൈഡിയർ കുട്ടിച്ചാത്തൻ 3Dക്കകത്ത് ജാനകിയമ്മ എഴുതിയിരിക്കത്തില്ലേ ഒരു ചിരിയുണ്ടല്ലേ, ആ പാട്ട് ഏതാ, ആരിപ്പഴം പേർക്കാം, ആ പാട്ടിനകത്ത്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇപ്പം ചേച്ചി ഈ പാട്ട് പാടിയപ്പം ഭയങ്കരമായിട്ട്, അതായത് നല്ല
കിടിലം ഫീലാണ് ആ സംഭവം. താങ്ക് യു. കിടിലം ഫീൽ എന്ന് പറഞ്ഞാൽ കിടിലം ഫീൽ. ഒരു പക്ഷേ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായും അതേ ഫീൽ ആയിരിക്കും അവർക്കും എന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രേക്ഷകർ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം ചേച്ചി നമുക്ക് പിന്നെ അടുത്ത ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം നമ്മുടെ മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. സ്നേഹമനോരഥവേഗമുയർന്നു കനകാംകുലിയാൽ തമ്പുരുമീട്ടും സുരസുന്ദരിയാം യാമിനിപ്പാലും പാടുകയായി മധുഗാനം മായാ മൗനസരോവരമാക്കി ഉണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു. സത്യം സൂപ്പർ 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 ചേച്ചി. കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചേച്ചിയുടെ ഈ ഒരു പാട്ടിൻ്റെ ലയനത്തെക്കുറിച്ച് നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് ഗായകരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയപ്പെടാതെ പോകുന്ന കുറേയേറെ ഗായകരുണ്ട്. പക്ഷെ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ദൃശ്യമാധ്യമത്തിന് പ്രാധാന്യമില്ലായിരുന്നു. അന്ന് പിന്നെ ദൂരദർശൻ, പിന്നീടൊക്കെയാണ് ഈ ചാനലുകൾ വരുന്നത്. അന്നും ചാനലുകളൊന്നും ഇത്രയും സിംഗേഴ്സിനെയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് കലാകാരന്മാരെയോ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വെട്ടത്തേക്ക് വരാനോ ഒന്നും അവസരങ്ങൾ കുറവായിരുന്നു. പക്ഷെ പിന്നീട് സോഷ്യൽ മീഡിയ വന്ന് സ്വന്തമായി എല്ലാവർക്കും അത്യാവശ്യം മൊബൈൽ വന്നതിന് ശേഷമാണ് അത്യാവശ്യം അകത്തിരുന്ന കലാകാരന്മാരും കലാകാരികളുമൊക്കെ പുറത്തറിയപ്പെട്ടത്. ഇപ്പൊ ചന്ദ്രലേഖ ചേച്ചി ആണ് ആദ്യത്തെ ഒരു, എനിക്ക് തോന്നുന്നു യൂട്യൂബിലൂടെ ആദ്യമായി വരുന്ന ഒരു അസാധ്യ സിംഗർ എന്ന് പറയുന്നത് ചേച്ചിയാണ്. ചേച്ചിയുടെ ആദ്യത്തെ പാട്ട് വരുമ്പോൾ ഓർമ്മയില്ലേ, ആ നൈറ്റിയൊക്കെ ഇട്ട് എന്നിട്ട് ചുമ്മാതെ പാടും രാജഹംസമേ പാടുമ്പോൾ ചേച്ചി യഥാർത്ഥത്തിൽ ചിത്ര ചേച്ചി മനസ്സിൽ ഉൾക്കൊണ്ടാണ് ചേച്ചി പാടുന്നത്. കാരണം ആ പാട്ട് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് ശ്രവിക്കാൻ പറ്റും. കാരണം പറഞ്ഞാൽ ചേച്ചി ഇങ്ങനെ ചുമ്മാതെ, അതായത് ചേച്ചി ഒരിക്കലും അറിയുന്നില്ല അത് യൂട്യൂബിലേക്ക് പോവുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ദശലക്ഷം ജനം അത് എടുക്കും, അല്ലെങ്കിൽ നാളെ ഞാൻ വൈറലാകും എന്നൊരിക്കലും ചേച്ചി ചിന്തിച്ചു പോലും കാണത്തില്ല, അല്ലേ? കാരണം ആ പാട്ട് ചേച്ചി കേട്ടില്ല, ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? അപ്പൊ ചേച്ചി കൂളായിട്ട് നിന്നിട്ട് അടുപ്പിലൊക്കെ തീയൊക്കെ ഇട്ടിരിക്കുന്നത് ആ ഹമ്മിങ്. ചേച്ചി ആ ഒരു 2 ലൈൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാൻ വെച്ചു. അല്ല കുഴപ്പമില്ല ചേച്ചി, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ പരിമിതികൾ ഞാൻ പറഞ്ഞു. പക്ഷേ ചേച്ചി ഇപ്പം ചേച്ചി പാടിയ പാട്ടുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. ചേച്ചിക്ക് തൊണ്ട വൈകുന്നു പറഞ്ഞു കേട്ടോ, അത് കള്ളമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ഹമ്മിങ് പോകുമ്പം യാതൊരു പ്രശ്നവുമില്ല, എൻഡിങ് വരുമ്പോഴും യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ ഹമ്മിങ് പോയിട്ട് ബ്രിഗ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻഡിങ് പോർഷൻ അവിടെ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അത് കറക്റ്റ് ടൈമിങ്ങിൽ, ശ്രുതി നമുക്കിവിടെ ഇല്ലെങ്കിൽ പോലും ആ ശ്രുതി മനസ്സിൽ കിടക്കുന്നത്, അതായത് ഓൾറെഡി ഒരു ഗായികയുടെ അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെയും മനസ്സിലൊരു ശ്രുതിയുണ്ട്, അവർ പഠിച്ചൊരു ശ്രുതിയുണ്ട്. ആ ശ്രുതി കറക്റ്റ് ചെയ്യാൻ ചേച്ചിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പം മറന്നു പോകും കേട്ടോ. അപ്പോൾ ആ പാട്ട് ഒന്ന് പാടുക ചേച്ചി, നമ്മുടെ ചന്ദ്രലേഖ ചേച്ചി പാടി വൈറലായ ഒരു ഗാനം. രാജഹംസമേ മഴവിൽ കൂടിയിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ
അടുത്തൊരു പോർഷൻ ഭയങ്കര ഡിഫിക്കൽട്ടുള്ളൊരു പോർഷനാണ്. ഇടറി വീണ പാതകൾ എന്നും പറഞ്ഞൊരു പോർഷനുണ്ട്. അത് സത്യത്തിൽ അതോടെ പാടിയായിരുന്നെങ്കിലുണ്ടല്ലോ ഭയങ്കര സംഭവം. കാരണം വല്ലഭി അനുബൽ വേണ്ട ചരണം തുടങ്ങുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര ചേച്ചി നമ്മുടെ ഏതാണ് ഈ നൊസ്റ്റാൾജിക് പ്രണയഗാനങ്ങൾ ഒരുപാട് ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ, അതായത് നമ്മുടെ ഓ മൃദുലേ, പിന്നെ ഞാൻ ഏകനായി സിനിമയിലല്ലേ ഓ മൃദുലേ, ഇലകൊഴിയും ശിശിരത്തിൽ, ഇങ്ങനെ കുറേ വർഷങ്ങൾ പോയതറിയാതെ എന്ന ഫിലിമിലാണ് ഇലകൊഴിയും ശിശിരത്തിൽ. പക്ഷെ അതിലെ നടന്മാരെയോ നടിയൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷെ ഒരു കാലഘട്ടത്തിൽ സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഗാനങ്ങളായിരുന്നു അത്. ചേച്ചി അങ്ങനെ ഏതെങ്കിലും ഒരു നൊസ്റ്റാൾജിക് പ്രണയഗാനം ചേച്ചിയുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മച്ചാൻ മീഡിയ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാമോ? ഒരു റിക്വസ്റ്റാണ് ഇത് ചേച്ചി. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും പ്രണയങ്ങളുണ്ട്. ഇപ്പം ഏതൊരു മനുഷ്യനും പ്രണയമുണ്ട്. അത് നമ്മുടെ മക്കളോടാകാം, അമ്മയോടാകാം, അച്ഛനോടാകാം. ഇപ്പം നമ്മുടെ പ്രണയം എന്ന് പറയുന്നത് കാമുകിയോട് മാത്രമാകണമെന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ കാമുകിനോട് മാത്രമാകണമെന്നില്ല. നമ്മുടെ അമ്മയോട് പ്രണയമാകാം, അച്ഛനോട് പ്രണയമാകാം, നമ്മുടെ പെങ്ങളോട് പ്രണയമാകാം, നമ്മുടെ അമ്മമ്മയോട് പ്രണയമാകാം, കുഞ്ഞിനോട് പ്രണയമാകാം. ഇതെല്ലാം ഒരു പ്രണയത്തിൻ്റെ തലമാണ്, അത് സ്നേഹത്തിൻ്റെ ഒരു തലമാണ് ചേച്ചി. അപ്പം ആ ഒരു പ്രണയഗാനം പണ്ട് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഒരു പക്ഷേ ചേച്ചിയുടെയൊക്കെ ടീനേജ് പ്രായത്തിൽ ചേച്ചി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രണയഗാനം നമ്മുടെ മച്ചാൻ മീഡിയ. ഓക്കെ അത് മതി. ഒന്നുരിയാടാൻ കൊതിയായി, കാണാൻ കൊതിയായി, മഴവിൽ മുനയാൻ രൂപം എഴുതാൻ കൊതിയായി, മാപ്പു പറഞ്ഞ പാദം പുണരാൻ മോഹമേറെയായി. ഓ ഒന്നുരിയാടാൻ കൊതിയായി, കാണാൻ കൊതിയായി, മഴവിൽ മുനയാൻ രൂപം എഴുതാൻ കൊതിയായി. സത്യം പറഞ്ഞാല് ഈ കിളിനാദം എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടല്ലേ ചേച്ചിയുടെ തൊണ്ടയ്ക്ക്. സത്യം പറഞ്ഞാല് ഈ എന്താ പറയുന്നത്, ചേച്ചിയുടെ ഈ വോയിസ് ഓൾറെഡി ഇങ്ങനെ തന്നെയാണ്, അടച്ചു പോയതുകൊണ്ടാണല്ലേ. പക്ഷെ അച്ഛനൊക്കെ ഈ സാധാരണ ഈ സിംഗേഴ്സിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് അറിയാമോ? കീഴ്ത്തൊണ്ടയുണ്ട്, മേൽത്തൊണ്ടയുണ്ട്. അപ്പോൾ ഇവർ ചില പാട്ടുകൾ പാടുമ്പോൾ ഇങ്ങനെ താഴെ ഇട്ട് പാടും, ഇച്ചിരി ചില പാട്ടുകൾ പാടുമ്പോൾ മുകളിൽ പാടും. ഞാൻ വിചാരിച്ചു ചേച്ചി എല്ലാ പാട്ട് പാടുമ്പോഴും കീഴ്ത്തൊണ്ടയിൽ പാടുന്നു. പക്ഷെ കീഴ്ത്തൊണ്ടയിൽ ചേച്ചിക്ക് പിച്ച് ഔട്ട് ആകുന്നതേ ഇല്ല. ഇവിടുത്തെ ഈ സിംഗേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? പിച്ച് ഔട്ട് ഒരു പ്രശ്നമാണ്. ശ്രുതി മാറിക്കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ എല്ലാം ഒരു ഗായകരുടെ അല്ലെങ്കിൽ ഒരു സിംഗേഴ്സിൻ്റെ താളം തെറ്റുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷെ ചേച്ചി ഇത്രയും പാട്ട് പാടിയിട്ടും ചേച്ചി ആ കറക്റ്റ് ചേച്ചിയുടെ മെമ്മറിയിൽ ഒരു ശ്രുതിയുണ്ട്. ഇപ്പം നമുക്കിപ്പം ഓൾറെഡി ഇവിടെ ഒരു ഓർക്കസ്ട്രേഷൻ ഇല്ല, പക്ഷെ ചേച്ചിയുടെ മെമ്മറിയിൽ ഒരു ശ്രുതിയുണ്ട്. ആ ശ്രുതി കറക്റ്റായിട്ട് ചേച്ചി എന്തുവാ മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ടൈമിങ്ങിൽ ചേച്ചി നിർത്തുന്നുണ്ട് ചേച്ചി. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ ചേച്ചി നമ്മുടെ മച്ചാൻ മീഡിയയിലെ പ്രേക്ഷകരോടും അതിലുപരി നമ്മുടെ മീഡിയയ്ക്ക് ഒരു ആശംസയും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പാട്ടോട് കൂടി വൈൻഡപ്പ് ചെയ്യാൻ ചേച്ചി. ഇനി ഫ്രെയിമിൽ നോക്കി സംസാരിക്കുക. മച്ചാൻ മീഡിയയ്ക്ക് വളരെയധികം നന്ദി. നമ്മളെപ്പോലെ അറിയപ്പെടാത്ത കുറേ കലാകാരികളും കലാകാരന്മാരും ഉണ്ട്. ഇങ്ങനെയുള്ള ചാനലിൽ കൂടി എല്ലാവരെയും അറിയപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി. ഓക്കെ, സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം എന്താണെന്ന് അറിയുമോ? ഞാനിപ്പം ഏകദേശം 28-30 കിലോമീറ്റർ അകത്തുണ്ട്. അപ്പം ഞാനിപ്പം ചേച്ചി ജസ്റ്റ് ഒന്ന് വിളിച്ചതാണ്. അപ്പം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു വയ്യാകിയുണ്ട്, എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഇപ്പം ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്, എനിക്ക് തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഹോസ്പിറ്റലൈസാണ്, അപ്പം പാടാൻ പറ്റുമോ എന്നറിയത്തില്ല. പക്ഷെ ഒരു കലാകാരിയെ സംബന്ധിച്ച് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ തേടി വന്നെങ്കിലും അവർ ആ ഒരു യാതൊരു വിധമായ പ്രശ്നമില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഹാപ്പി അല്ല, എനിക്കത് പറ്റുമോ എന്ന് എത്ര വട്ടം പറഞ്ഞു ചേച്ചി. ഞാൻ പറഞ്ഞ ചേച്ചി ഒന്നുമില്ല, നമ്മൾ അല്പനേരം നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കത് അങ്ങ് റെഡിയാകും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇപ്പം എന്താണ് ഇത്രയും പാട്ട് പാടി യാതൊരു പ്രശ്നവുമില്ലേ? അതാണ് കലാകാരനും കലാകാരികളും തമ്മിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം എന്താ പറയുക, ഓഡിയൻസിന് അവരെന്താണോ കൊടുക്കാൻ പോകുന്നത് അത് അവർക്ക് കൊടുക്കാതിരുന്നാൽ അവർക്ക് മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായിരിക്കും, അല്ലേ ചേച്ചി? അപ്പോൾ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം പാടി നമുക്ക് പ്രോഗ്രാം അതിൻ്റെ ചെയ്യാം. ചീരപ്പൂകൾ കുമ്മ കൊടുക്കണം നീലക്കുരുവികളെ, നീ
കണ്ണീരൊപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. ഞാനൊരു സോങ് സെലക്ഷൻ പറഞ്ഞാൽ പാടാൻ പറ്റും. ഒരു പക്ഷേ അതിൻ്റെ ടെസ്റ്റ് ഞാൻ പിന്നെ പറയാം, പാട്ട് കഴിഞ്ഞിട്ട് പറയാം. ആരണ്യകം എന്ന് പറയുന്നൊരു സിനിമയുണ്ടായിരുന്നു. അതിൽ ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലിൽ എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട്. ഒരുപക്ഷെ ഒരുപാട് നൊസ്റ്റാൾജിക് പ്രണയഗാനമാണത്. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അത് പാടാമെന്ന് വെച്ചാൽ ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വെച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, കിളിമകൾ വന്നില്ലേ. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വെച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, കിളിമകൾ വന്നില്ലേ. ഈ പാട്ട് പാടുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാം. ഈ പാട്ട് ചേച്ചിയോട് പാടാൻ പറഞ്ഞതിന് പ്രധാന കാരണം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ദേവൻ സാറാണ്. അതേപോലെ നക്സലൈറ്റ് ആണ്. ഇതിലൊരു നായിക എന്ന് പറഞ്ഞാൽ ഏകദേശം ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. നക്ഷത്രം അങ്ങനെ കുറച്ച് സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അവർ അഭിനയിച്ച പടങ്ങളിലെല്ലാം വിനീതേട്ടൻ്റെ കുറേ സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. ആ പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. അതിലെ ആ നായികയുടെ സെയിം ഫിഗറാണ് ചേച്ചി. എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞ കാരണം പറഞ്ഞാൽ ഈ പഴയ സിംഗേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഏത് പാട്ടും ബൈ ഹാർട്ടാണ് അവർക്ക്. അതൊരു പണ്ടത്തെ ഒരു സിംഗേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം അവർക്ക് നോട്ട് വേണ്ട, ഒന്നും വേണ്ട. അവർ ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു 5 ലൈനെങ്കിലും അവർക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ചേച്ചി ആ സിനിമ ചേച്ചി ഒരു പക്ഷേ ആ നായിക ചേച്ചി ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് ആരണ്യകം എന്ന് പറയുന്ന സിനിമ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ നായികയുടെ ഒരു അത്യാവശ്യം അതേപോലൊരു ഫിഗർ ചേച്ചിക്കുണ്ട്. ഓക്കെ, ഒരുപാട് സന്തോഷം ചേച്ചി, വളരെ മനോഹരമായി പാടി. ഓക്കെ, ഒരുപാട് സന്തോഷം. നമ്മുടെ മച്ചാൻ മീഡിയയിൽ ഒരു ഇൻ്റർവ്യൂവിന് ചേച്ചി തയ്യാറായത്. അതിലുപരി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഇങ്ങനെ അറിയപ്പെടാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ മെസ്സഞ്ചറിൽ ഒരു മച്ചാക്കാട്ടൂർ എന്ന് പറയുന്ന മെസ്സഞ്ചറിലോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിന് താഴെയോ നിങ്ങൾ ഒരു കമൻറ്റ് ഇടുക. അത് ഏത് മേഖലയായിക്കോട്ടെ, ചിത്രകാരനായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ എഴുത്തുകാരനായിക്കോട്ടെ, പ്രശസ്തരല്ലാത്ത പ്രഗത്ഭരെ ഞാൻ വേദിയിലേക്ക് എത്തിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ.